കവളങ്ങാട് പഞ്ചായത്തിലെ UDF-ൽ വൻ ട്വിസ്റ്റ്. സ്വതന്ത്രനായി പത്രിക നൽകിയിരുന്ന ജോഷി കുര്യാക്കോസിനെ കോൺഗ്രസ് UDF-ന്റെ ഒറിജിനൽ സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസ് നേതാവ് സൈജൻ ചാക്കോ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതാണ് ജോഷിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കിയത്. ജോഷിയുടെ പത്രിക സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസുകാരുടെ പരാതികൾ തള്ളിയതിന് പിന്നാലെയാണ് തീരുമാനം. 14-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നതിനെതിരെയുള്ള LDF-ന്റെ പരാതിയും റിട്ടേണിംഗ് ഓഫീസർ തള്ളി. കവളങ്ങാട് പഞ്ചായത്തിലെ 5-ാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നയാൾ UDF-ന്റെ ഒറിജിനൽ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. ജോഷി കുര്യാക്കോസ് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. UDF സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പിന്മാറിയതോടെയാണ് ജോഷിക്ക് സാധ്യത തെളിഞ്ഞത്. ജോഷിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. വസ്തുനികുതി കുടിശ്ശികയുണ്ടെന്നായിരുന്നു പരാതി. ഇതു സംബന്ധിച്ച് വിശദമായ ഹിയറിംഗ് നടത്തിയ ശേഷം തിങ്കളാഴ്ച ജോഷിയുടെ പത്രിക സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജോഷിയെ UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കി തീരുമാനമുണ്ടായത്. തനിക്കെതിരെയുള്ള പരാതി വസ്തുതാവിരുദ്ധമാണെന്ന് രേഖകളുടെ പിൻബലത്തിൽ തെളിയിച്ചതായി ജോഷി പറഞ്ഞു. ഞാൻ ഒരു മെമ്പറായിരുന്നു. മെമ്പർ സ്ഥാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വാടകയ്ക്ക് മാറിയ ആളാണ്. എന്നെക്കുറിച്ചാണ് ഇതുപോലെ ഉള്ള എൻ്റെ പരാതി കൊടുത്തവർക്കും അറിയാം, എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവർക്കും അറിയാം എനിക്ക് വീടില്ലെന്നറിയാം. എങ്കിലും ആ പരാതി കൊടുത്തു. ആ പരാതിയുടെ നിജസ്ഥിതി ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത എന്നിലായിരുന്നു. ആ ബാധ്യത ഞാൻ അതിൻ്റെ മുഴുവൻ രേഖകളും ഇവിടുന്ന് ചോദിച്ച മുഴുവൻ രേഖകളും സമയത്ത് എനിക്ക് സമർപ്പിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ആറോ എൻ്റെ രേഖകൾ പരിശോധിച്ച് എല്ലാം അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം എൻ്റെ പത്രിക സ്വീകരിക്കുകയും എനിക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള സമ്മതപത്രം തരികയും നൽകി. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പത്രിക നൽകിയതെന്ന് സൈജൻ ചാക്കോ പറഞ്ഞു. കോൺഗ്രസാണ് തനിക്ക് വലുത്. ജോഷി സ്വതന്ത്രനായി മത്സരിക്കുന്നത് മനോവിഷമമുണ്ടാക്കിയിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കുന്നത് പാർട്ടിക്ക് ദോഷമാകുമെന്ന് കണ്ടാണ് പിന്മാറിയത്. പഞ്ചായത്തിലെ ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്നും ജോഷി കുര്യാക്കോസിന് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങുമെന്നും സൈജന്റ് വ്യക്തമാക്കി. രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് ഒരു വാർഡിൽ മത്സരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ പാർട്ടി നിർദ്ദേശമനുസരിച്ച് ഞാനും നോമിനേഷൻ പേപ്പർ കൊടുത്തിരുന്നു. അതനുസരിച്ച് ചർച്ചകളും കാര്യങ്ങളുമൊക്കെ വന്നു. എനിക്ക് പാർട്ടി ചിഹ്നവും അനുവദിച്ചു തന്നിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു തീരുമാനം ഞാൻ മത്സരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ശ്രീ ജോഷി കുര്യാക്കോസ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ വിവരം ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് എൻ്റെ നോമിനേഷൻ വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്. എല്ലാത്തിനുമുപരിയായി കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം UDF-ന് കിട്ടണം, ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കണം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഈ 19 വാർഡിലും ഒറ്റക്കെട്ടായി UDF സംവിധാനം മുന്നോട്ട് പോകുന്നത്. അതിന് ക്ഷീണമാകുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ജോഷി കുര്യാക്കോസിന് വേണ്ടി ആ വാർഡിൽ വോട്ടഭ്യർത്ഥിച്ചിറങ്ങും. 14-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി കുൽസു സലീമിന്റെ പത്രികയും സ്വീകരിച്ചിട്ടുണ്ട്. വസ്തുനികുതി കുടിശ്ശിക ചൂണ്ടിക്കാട്ടി LDF നൽകിയ പരാതി റിട്ടേണിംഗ് ഓഫീസർ തള്ളുകയായിരുന്നു. ഖുൽസുവിനെതിരെ അനാവശ്യമായ പരാതിയാണ് ഉന്നയിക്കപ്പെട്ടതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഖുൽസുവിന്റെ സ്ഥാനാർത്ഥിത്വം LDF-ന് ഭീഷണിയായതിനാലാണ് പരാതി നൽകിയതെന്നും നേതാക്കൾ ആരോപിച്ചു. അനാവശ്യമായ ഒരു ആക്ഷേപം ഉന്നയിച്ച്, വ്യാജ പരാതി ഉന്നയിച്ച് 2 ദിവസം ടെൻഷനാക്കി. യഥാർത്ഥത്തിൽ 2024-25 വർഷത്തെ കുടിശ്ശിക മാസങ്ങൾക്ക് മുമ്പ് അടച്ചാണ്. ജൂലൈ 2024 അടച്ചതാണ്. അതുപോലെ 2025-26 കുടിശ്ശിക സൂക്ഷ്മപരിശോധന ഡേറ്റിന് മുമ്പ് അടച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി അപ്പോൾ തന്നെ അതിന് മറുപടി തന്നു. യാതൊരുവിധ കുടിശ്ശികയില്ല എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ ആ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. തേങ്കോട് യഥാർത്ഥത്തിൽ ഈ കുൽസു സ്ഥാനാർത്ഥിയായി വന്നതോടെ അവർക്കൊരു പേടി സ്വപ്നമായിരുന്നു. അതാണ് ഈ പരാതിയുടെ പിന്നിൽ നിന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.